ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജർമ്മൻ ലാംഗ്വേജിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള A1 ലെവലിനെ കുറിച്ചാണ്. ജർമ്മൻ ലാംഗ്വേജിൽ 6 ലെവൽസ് ആണ് ഉള്ളത്. A1, A2, B1, B2 ആൻഡ് C1, C2. ഇതിൽ A1 എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സ് ലെവലാണ്. ഈ ഒരു ലെവലിൽ ജർമ്മൻ ലാംഗ്വേജിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കറൻ്റ്ലി ജർമ്മനിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എന്തൊക്കെയാണ് A1-ൽ പഠിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മളെ തന്നെ പരിചയപ്പെടുത്തുവാൻ പഠിക്കുന്നു. ദെൻ ടൈം, ഡേറ്റ്, പ്ലേസസ്, നമ്പേഴ്സ്, ഡയറക്ഷൻസ്, അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കോൺവെർസേഷൻസ് എങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ബേസിക് വൊക്കാബുലറീസും ഈ ഒരു ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ആണ്. ചെറിയ ചെറിയ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ബേസിക് വൊക്കാബുലറീസ്, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ ആൻഡ് ആൽഫബറ്റ്സും ഈ ഒരു ലെവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി ജർമ്മൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് നിരവധി ഡൗട്ട്സ് ഉണ്ടാകാം. എങ്ങനെയാണ് ജർമ്മൻ പഠിക്കേണ്ടത്, ജർമ്മൻ പഠിക്കുവാൻ ബുദ്ധിമുട്ടാണോ എന്നതെല്ലാം. ഇംഗ്ലീഷിലെ സെയിം ആൽഫബറ്റ്സ് ആണ് ജർമ്മനിൽ ഉള്ളത്. അതുകൂടാതെ എക്സ്ട്രാ 4 ആൽഫബറ്റ്സും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ അറൗണ്ട് ഒരു 40% ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ ജർമ്മനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ, ആപ്പിൾ, എലിഫന്റ്, എലഫാൻറ്റ്, ബ്ലൂ, ബ്ലൗ, കോഫി, കഫേ. ഇംഗ്ലീഷുമായി ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ജർമ്മൻ പഠിച്ചെടുക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഇനി അടുത്ത വീഡിയോയിൽ A2-നെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസായി വരുന്നതായിരിക്കും. Thank you. MedCity International Academy. Trusted hands forever.